വയനാട് എന്ന് പറയുമ്പോൾ ഒരു പച്ചപ്പാണ്, ഒരു ഹരിതാപമായ ഒരു ഒരു അനുഭവമാണ് നമുക്ക് വയനാട് തരുന്നത്. നമുക്കറിയാം ഇവിടെ നമുക്ക് ചുറ്റും ഒരുപാട് തരം പക്ഷികൾ വന്നു പോകുന്നുണ്ട്. പക്ഷികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 500 മരങ്ങൾ, മൊത്തം 1000 ഫ്രൂട്ട് മരങ്ങളുണ്ട്. ഫാദറിൻ്റെ മരണത്തോട് കൂടിയിട്ടാണ് ഒരു ജോലി അല്ലെങ്കിൽ വീട് നോക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അത് പിന്നെ നമ്മളാദ്യം ഗോളിയറൻസിൽ കോൺട്രാക്ടർ ആയിരുന്നു ഫാദർ. അവർ വെൽഡിങ്, ടർണിങ്, ഫാബ്രിക്കേഷൻ ഇതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ഫീൽഡിലേക്ക് കടക്കുന്നത്. അങ്ങനെ യാത്രയുടെ ഭാഗമായിട്ട് പുറത്തും വിദേശത്തും ബോംബെയിലും ആന്ധ്രയിലൊക്കെ ജോലി ചെയ്തതിന് ശേഷം ഈ ഫോട്ടോഗ്രാഫി നമ്മളെ ഉള്ളിലുണ്ടായിരുന്നു, ചിത്രമൊക്കെ വരയ്ക്കായിരുന്നു. അപ്പോൾ അത് തുടരാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റുഡിയോ തുടങ്ങി. ആ സ്റ്റുഡിയോ പിന്നെ നമ്മൾ നിലനിർത്തേണ്ടത് നമ്മൾ ആവശ്യമായതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫി കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചതും ഫീൽഡിലേക്ക് ഇറങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഫോട്ടോഗ്രാഫി തുടങ്ങിയപ്പോൾ സാധാരണ നമ്മൾ നാട്ടിലുള്ളതുപോലെ ഒരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി, സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണ ഫോട്ടോ എടുക്കുക അല്ലെങ്കിൽ ഒരു പാസ്പോർട്ട് എടുക്കുക, ഇതിൽ ഒതുങ്ങിപ്പോകുന്നുള്ളത് മനസ്സിലായപ്പോൾ അതില്ലാതിരിക്കാൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ന്യൂസ് ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്നു. അതിൻ്റെ ഇടയ്ക്ക് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ നമ്മളെ ഉമർ മേൽമുറി, അബ്ബാസ് പനക്കൽ, രേഷ്മാഷ, അങ്ങനെ അവരെ കൂടെ അവിടെ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഫോട്ടോഗ്രാഫി നമുക്ക് പൊതുജന ഉപകാരത്തിലേക്ക് നന്നായിട്ട് ഒരു മെസ്സേജ് കൊടുക്കാൻ ഏറ്റവും നല്ല മീഡിയ ആണെന്ന് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് കുറേ എക്സിബിഷൻസ് നടത്തുകയും അത് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്തത്. ഏകദേശം 11 സബ്ജക്റ്റിൽ 5500ഓളം വേദികൾ പല വിഷയങ്ങളായിട്ട്, അത് കാക്കയിലൂടെ അല്ലെങ്കിൽ ഗുജറാത്ത് ഭൂകമ്പം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ മെസ്സേജുള്ള സാധനങ്ങൾ നമ്മളെങ്ങനെ ഭൂമിയിൽ എന്തൊക്കെ രീതിയിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു നമ്മളെ ശ്രദ്ധ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്തത് ചോലനായ്ക്കർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിലമ്പൂർ ഗുഹകളിൽ താമസിക്കുന്ന കുറച്ച് ആളുകളെ കുറിച്ചായിരുന്നു. ഏകദേശം 10 വർഷം എടുത്ത് ഒരു റിസർച്ച് ഓറിയൻറ്റഡ് സാധനമായിരുന്നു. അവരുടെ കൂടെ ജീവിച്ച് അവരുടെ ചിത്രങ്ങൾ എടുത്ത് അത് ഒരു എക്സിബിഷനും പുസ്തകമൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ മഹദീനായിട്ട് ഇടപെടുന്നത്. അപ്പോൾ ഉസ്താദ് വിളിച്ച പ്രകാരം എനിക്ക് തോന്നുന്നു ഒരു 10-25 രാജ്യങ്ങളിൽ ഉസ്താദിനോടൊപ്പം യാത്ര ചെയ്തു. അത് നമുക്ക് വലിയൊരു ഉൾക്കാഴ്ചയാണ് നൽകിയത്. കാരണം നമ്മൾ ഈ കാണുന്ന കേരളത്തിലെ, ഇന്ത്യയിലെ ജനങ്ങളല്ലാതെ അവർ ഇടപെടുന്നതും പിന്നെ പരിസ്ഥിതി പ്രാധാന്യത്തോടെ ഭൂമി സൂക്ഷിച്ചതൊക്കെ ഓസ്ട്രേലിയ ആയാലും പല സ്ഥലങ്ങളിലും നമ്മൾ അത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്തതുകൊണ്ട് അതിലെ നല്ല കുറേ കാര്യങ്ങൾ, അതുപോലെ ഫോട്ടോഗ്രാഫി സംബന്ധമായ ടെക്നോളജി നമുക്ക് അവിടുന്ന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. കൊറിയയിലൊക്കെ പോയപ്പോൾ ട്രിക്കായി എന്നുള്ള മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ടെക്നോളജി പഠിക്കാൻ എന്ത് സഹായവും എത്ര സമയവും അതിന് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉസ്താദിൻ്റെ നല്ലൊരു സഹായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ യാത്രകൾ മുഴുവനും നമ്മൾ ഒരുക്കൂട്ടിയിട്ടാണ് ഒരു കൊമാച്ചി പാർക്ക് എന്നുള്ള ഇങ്ങനെ ഒരു കൺസെപ്റ്റ് രൂപം കൊണ്ടത്. നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ വിരൽത്തുമ്പിൽ ക്യാമറ എത്തി. പണ്ട് ഇപ്പോൾ നമ്മളൊരു 1 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഒരു 100 CCTVയിൽ നമ്മൾ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. അതുപോലെ എല്ലാവരുടെ അടുത്തും ക്യാമറ ഉണ്ട്. പല ക്രൈമും ഇല്ലാതാവണേലും ഈ ക്യാമറ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. നമുക്കറിയാം നമ്മളെ ചുറ്റുപാടുകൾ, നമ്മൾ എഴുത്ത് വായന എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫിയാണ് അറിവിൻ്റെ ഇടം തേടുന്നത്. നമ്മൾ ഡോക്യുമെൻ്ററികൾ കാണുന്നത്, ചന്ദ്രനിൽ നടന്നത് നമ്മൾ ഫോട്ടോഗ്രാഫിയിലൂടെയാണ് കണ്ടത്. അങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തെ എന്ത് സാധനങ്ങൾ, ഓൺലൈൻ ക്ലാസ്സുകളാണ് കുട്ടികൾ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫി നമ്മളെ ജീവിതത്തിൽ ഇത്രയും ശക്തമായി വന്ന ഈ കാലഘട്ടത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, ഇതൊരു ഇടം നമ്മളെ സമൂഹത്തിലുണ്ട് എന്ന് മനസ്സിലാക്കുകയും അത് കുറച്ചൊക്കെ നമ്മളെ ഈ എക്സിബിഷൻസൊക്കെ ഉപയോഗപ്പെട്ടു. അറിവ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ആൾ എത്ര ദൂരത്തുനിന്നും എക്സിബിഷൻ നടത്തും, ഫോട്ടോസ് വാങ്ങിക്കൊണ്ടുപോകും എന്നൊക്കെ ഉള്ളത് കണ്ടപ്പോൾ ഒരു പാർക്ക് എന്നുള്ള ഒരു ടൂറിസമായിട്ട് ഫോട്ടോഗ്രാഫി ബന്ധപ്പെടുത്തി. നമുക്കറിയാം ഒരു ടൂർ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടാവുക
ഒരുപാട് ചിത്രങ്ങൾ എടുക്കുക. കാരണം നമ്മളെ സുഹൃത്തുക്കൾക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യുക, ഇതൊരു നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അപ്പോൾ അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പാർക്ക് ആദ്യമായിട്ട്, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ പാർക്ക് വരുന്നത്. അത് കൊമാച്ചി പാർക്ക് എന്നുള്ള പേരിലിട്ട്, കൊമാച്ചി എന്ന് പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു ജപ്പാൻ വാക്കാണ്. കൊമാച്ചി പാർക്ക് എന്നുള്ള പേരിൽ വയനാട് ഏറ്റവും നല്ല സൗന്ദര്യമുള്ള ഒരു സ്ഥലം തന്നെ തിരഞ്ഞെടുത്തു. ഇവിടെ നമ്മൾ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ആളുകൾക്ക് കുറച്ചുകൂടി 365 ദിവസവും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സുന്ദരമായ കുറേ സാധനങ്ങളുണ്ട്. അതിൻ്റെ കൂടെ ഫോട്ടോഗ്രാഫി മ്യൂസിയം, ഒരു ഓഡിയോ വിഷ്വൽ തിയേറ്റർ, എക്സിബിഷൻ സെൻറ്റർ. അതിൽ മ്യൂസിയത്തിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും 200 വർഷത്തെ ഫോട്ടോഗ്രാഫി ചരിത്രം മുഴുവൻ അവിടുന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഒന്ന്. രണ്ടാമത്, ഏറ്റവും പുതുമുള്ള ടെക്നോളജിയൊക്കെ പഠിക്കാൻ നമ്മളെ ഓഡിയോ വിഷ്വൽ തിയേറ്റർ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം ക്യാമറയും മൊബൈലൊന്നും ഇതൊന്നും വേണ്ട. ഇപ്പം നമ്മൾ കണ്ണട ഉപയോഗിക്കുന്നതിലെ ചെറിയ ലെൻസ് പോലും ക്യാമറ ആയിട്ട് വർക്ക് ചെയ്യുന്ന കാലമാണിത്. അപ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള, അവർക്ക് കൂടുതൽ പഠിക്കാനുള്ള സൗകര്യം കൊടുത്തുകൊണ്ടുള്ള, അതുപോലെ എക്സിബിഷൻ. നമുക്കറിയാം, പിന്നെ നമ്മൾ കുറേ വായിച്ചാലേ കുറച്ച് എഴുതാൻ കഴിയുള്ളൂ. അതുപോലെ നമുക്ക് കുറേ ചിത്രങ്ങൾ, ലോകത്തെ 1000 ഫോട്ടോഗ്രാഫർമാരുടെ ലെജൻഡറി ആയിട്ടുള്ള അങ്ങനത്തെ ആളുകളൊക്കെ ചിത്രങ്ങൾ ഇവിടുന്ന് കാണുകയും പഠിക്കാനും പറ്റണ ഒരു ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ എക്സിബിഷൻ സെൻറ്ററും ആയിരിക്കും അത്. അതുപോലെ ഓഗ്യുമെൻറ്റഡ് റിയാലിറ്റി, 3D ഫോട്ടോഗ്രാഫി, ഇങ്ങനെയൊക്കെയുള്ള കുറേ വേറെയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ചിട്ടും പ്രകൃതി ഉപയോഗിച്ചിട്ടും നമുക്ക് ഫോട്ടോഗ്രാഫീനെ കൂടുതൽ അടുത്തറിയാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കി വച്ചിട്ടുണ്ട്. പ്രകൃതിപരമായിട്ടുള്ള ഒരു ഫോറസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആംഫി തിയേറ്റർ ഉണ്ട്, സംഗീതത്തിനും നമ്മളെ ദഫമുട്ട്, കഥകളി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ട്രഡീഷണൽ കൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് അതും ഒരുക്കിയിട്ടുണ്ട്. ഒരു 1200 പേർക്ക് ഇരിക്കാവുന്ന ഒരു കേന്ദ്രമാണ്. പിന്നെ അതുപോലെ ആർട്ട് വില്ലേജ് ഉണ്ട്, ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ആളുകൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു ഏവിയറി ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ഒന്നും ചിലപ്പോൾ ഒരു പെറ്റ്സിനെ വളർത്താനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഫ്ലാറ്റിലെ ജീവിതമാണ്. അവിടെ നല്ല ശബ്ദം ഉണ്ടാക്കുന്ന ഒരു മൃഗമോ പക്ഷിയോ ഉണ്ടെങ്കിൽ അയൽവാസിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടെ ഒരു 5000 സ്ക്വയർ ഫീറ്റിൽ ടൈമഡ് ആയിട്ടുള്ള പക്ഷികൾ ഒരു കൂട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കുട്ടികൾക്കുള്ള ഒരു വലിയൊരു പ്ലേ ഏരിയ ഉണ്ട്. അതൊരു അമ്യൂസ്മെൻറ്റ് പാർക്കായിട്ട്. പിന്നെ വിൻറ്റേജ് കാറുകൾ, കാളവണ്ടി, കുതിരവണ്ടി, സൈക്കിൾ റിക്ഷ, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു കേന്ദ്രം തന്നെ ഉണ്ട്. ആനിമൽസ് കാണാനുള്ള കുറേ കേന്ദ്രങ്ങളുണ്ട്. അപ്പോൾ പിന്നെ പഠനത്തിനും ഇതിൽ ഓഗ്യുമെൻ്റ് റിയാലിറ്റി, 3D ഫോട്ടോഗ്രാഫി ഇതൊക്കെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിൽ ഒതുക്കിയിട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമുക്ക് ക്രാഷ് കോഴ്സുകളുണ്ട്. 3 ദിവസം ഇവിടെ വന്ന് താമസിച്ച് പോകുമ്പോഴത്തേന് നമുക്ക് ഫോട്ടോഗ്രാഫീൻ്റെ എല്ലാ ഭാഗങ്ങളും പഠിക്കാൻ പറ്റുന്നു. രണ്ടാമതുള്ളത് നമ്മളെ ഡിപ്ലോമ കോഴ്സാണ്. കുറച്ചും കൂടി ഗൗരവമായിട്ട് ഫോട്ടോഗ്രാഫീനെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എഡ്യൂക്കേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ്, ഇതാണ് നമ്മളെ ഈ പാർക്കിൻ്റെ കൺസെപ്റ്റ്. ഏറ്റവും ആക്സസ് ഉള്ള മലയോര ഹൈവേയുടെയും അതുപോലെ തന്നെ തലശ്ശേരി ബാവലി റോഡിൻ്റെയും ഓരത്താണ് ഇത് സ്ഥിതി ചെയ്യണത്. നമ്മൾ ഇവിടെ അട്രാക്ഷനിൽ ഏറ്റവും വലിയത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മ്യൂസിയമാണ്. ഈ ഫോട്ടോഗ്രാഫീൻ്റെ ഒരു 200 വർഷത്തെ എല്ലാ ചരിത്രം ഇതിൽ നമ്മൾ മാക്സിമം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഒരു വളർച്ചയുടെ ഘട്ടമാണ്, ഇനിയും അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ നമുക്ക് ഒരുപാട് ക്യാമറകൾ, വളരെ വിലപിടിപ്പുള്ള എത്രയോ ചരിത്രം പറയാവുന്ന കഥകൾ പറയാവുന്ന ക്യാമറകളൊക്കെ ഉണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു ചിത്രരചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒബ്സ്ക്യൂറ എന്ന് പറഞ്ഞ സാധനം നമ്മളെ ഇന്ന് മൊബൈലിൽ എത്തി നിൽക്കണ ഏറ്റവും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ പോലും കാണാത്ത അത്ര ചെറിയ രീതിയിലേക്ക് ക്യാമറ ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് അന്ന് വലിയ വലിയ ക്യാമറകളാണ് ഉണ്ടായിരുന്നത്. ഇത് 100 വർഷത്തിൻ്റെ ഉള്ളിലുള്ള കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ആലപ്പുഴ വാഗീശ്വരി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറയാണ്. ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിരുന്നു ഒരു സമയത്ത്. നമുക്ക് പഠിക്കാവുന്നൊരു സാധനമാണ്. ലോകത്ത് വലിയ വലിയ കമ്പനികൾ ലോകം മുഴുവൻ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, നമ്മളെ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങനെ ഒരു ക്യാമറ കമ്പനി ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണിത്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സാണ് മൊബൈലിൽ വന്നതിന് ശേഷം. ശരിക്കും യഥാർത്ഥത്തിൽ
എന്ത് എടുക്കരുത് എന്നാണ് ഇന്ന് ഓരോ ഫോട്ടോഗ്രാഫറും ചിന്തിക്കേണ്ടത്. കാരണം എല്ലാം കവർ ചെയ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഒരു അപകടം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ എന്തിനാണ്, ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫർ എന്തിനാണ് അത് കവർ ചെയ്യുന്നത്? ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർക്ക് ഒരു പത്രത്തിന് വേണ്ടി അയാളെ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ചിത്രങ്ങൾ എടുക്കാം. പക്ഷേ അയാളെപ്പോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ എല്ലാവരും മൊബൈൽ, ഒരാളുടെ സ്വകാര്യത ഭംഗം വരുത്താത്ത രീതിയിലായിരിക്കണം നമ്മളെ ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് മറ്റു പല കഴിവുകളും വളരാനൊക്കെ ഫോട്ടോഗ്രാഫി. ഇപ്പോൾ നമ്മൾ വീട്ടിലൊരു ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ, ഒരു കുട്ടിക്ക് എല്ലാ സൗകര്യം ഉണ്ടെങ്കിൽ അയാൾ റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫിയെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സംഭവം എന്താണെന്നുണ്ടെങ്കിൽ, നമുക്കറിയാം ഇന്ന് നമ്മളെ കുട്ടികളെ കാണുന്നുണ്ട്. അടുത്ത തലമുറ കുട്ടികൾ ചിലപ്പോൾ നമ്മളെ കണ്ടേക്കാം. അതിൻ്റെ അടുത്ത തലമുറ ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം കണ്ടേക്കാം. ഇനി അതും കഴിഞ്ഞ ആളുകൾ നമ്മളെ കാണുന്നത് ഈ ചിത്രങ്ങളിലൂടെയാണ്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ ഗൗരവപരമായിട്ട് തന്നെ കാണേണ്ടത്, ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ തന്നെയാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്. അത് ഒരു ഹിസ്റ്ററിൻ്റെ ഭാഗമാവും. അടുത്ത തലമുറ ഈ ഫോട്ടോഗ്രാഫിലൂടെയാണ് നമ്മളെ കാണുക. അത് നമ്മൾ ഓർമ്മയിലായിരിക്കണം നമ്മൾ ഓരോ ചിത്രങ്ങളും. അപ്പോൾ ഫോട്ടോഗ്രാഫി ഒരു തമാശകളൊക്കെ, അതിൻ്റെ ഫൺ എലമെൻറ്റ് കുറേ ഉണ്ടെങ്കിലും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ എലമെൻറ്റ് വരിക വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. നമ്മൾ എടുക്കുന്ന ഈ റാൻഡം ചിത്രങ്ങൾ പോലും അന്ന് ചർച്ച ചെയ്യപ്പെട്ടേക്കാം. കേരളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ കോഴിക്കോട്, മലപ്പുറം അല്ലെങ്കിൽ വയനാടുള്ള ആളുകൾ അന്ന് ജീവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്നുള്ളത് കുറച്ച് ഫോട്ടോഗ്രാഫ് കണ്ടാൽ ഒരു 500 വർഷം കഴിഞ്ഞ് വരുന്ന ഒരു സ്കോളർക്ക് ഈ ചിത്രങ്ങളായിരിക്കും അന്ന് അവരെ ഒരു സ്റ്റഡി എലമെൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ചിത്രത്തിനെ ഗൗരവത്തിൽ കാണുക, നല്ല ചിത്രങ്ങൾ എടുക്കുക, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഫോട്ടോഗ്രാഫിയിലൂടെ പാസ് ചെയ്യുക. ഈ ഏരിയയിലും നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. ഫോട്ടോഗ്രാഫിയെ ഗൗരവത്തോടെ കണ്ട് നമ്മളെ പ്രായം കുറയ്ക്കാൻ പോലും ഫോട്ടോഗ്രാഫി കൊണ്ട് കഴിയും. കാരണം നമ്മളെ ഫ്രീ ടൈമിലൊക്കെ നമ്മൾ മറ്റ് രീതിയിൽ ചിന്തിക്കാതെ നല്ല ചിത്രങ്ങൾ തേടിയിട്ടുള്ള യാത്രയൊക്കെ ആകുമ്പോൾ നമ്മളും വയസ്സാവില്ല, എപ്പോഴും ചെറുപ്പമായിട്ട് നിൽക്കും. വയനാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഇവിടെയാണ് നമ്മൾ പ്രൊജക്റ്റ് തീരുമാനിച്ചത്. ആ തീരുമാനിച്ച ഉടനെ നമുക്ക് വയനാട് എന്ന് പറയുമ്പോൾ ഒരു പച്ചപ്പാണ്, ഒരു ഹരിതാപമായ ഒരു അനുഭവമാണ് നമുക്ക് വയനാട് തരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്ത് ഒരുപാട് മോശം നെഗറ്റീവായിട്ടുള്ള കുറേ ന്യൂസുകളും ഉണ്ടായിരുന്നു. ഈ പ്രകൃതി എങ്ങനെ നിലനിർത്തി ഏറ്റവും നല്ല പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുള്ള വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അണ്ടകടാഹങ്ങൾക്കുള്ളതാണ് ഈ ലോകം എന്നുള്ളത്. നമ്മൾ ഈ ഇതിൽ ഭൂമി കേടുവരുത്താതെ, ഈ 10 ഏക്കർ ഭൂമിയുള്ളത്, ഇത് നമ്മൾ വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കി ആദ്യം. അതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഡമിക്കായിട്ടുള്ള കുറേ മരങ്ങൾ അങ്ങനെ തന്നെ നിലനിർത്തി. നമ്മൾ MS സ്വാമിനാഥ ഫൗണ്ടേഷനിൽ ചെന്ന് നമ്മൾ ഒരുപാട് സാധനങ്ങൾ അങ്ങനത്തെ വാങ്ങി. പിന്നെ അതുപോലെ തന്നെ പക്ഷികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ 500 മരങ്ങൾ, മൊത്തം 1000 ഫ്രൂട്ട് മരങ്ങളുണ്ട്, അതിൽ 500 എണ്ണം ഇവിടുത്തെ പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ നമുക്ക് ചുറ്റും ഒരുപാട് തരം പക്ഷികൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇടം ഇല്ലാതാവുന്നില്ല. നമ്മളൊരു കൊമേഴ്സ്യൽ പ്രൊജക്റ്റ് ആയിരിക്കാൻ വരുന്നത്, എഡ്യൂക്കേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ ആണെങ്കിലും കുറച്ച് കൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കൺസ്ട്രക്ഷൻ നമ്മൾ എന്ത് ചെയ്തെന്നുണ്ടെങ്കിൽ എക്കോ ഫ്രണ്ട്ലി ആക്കി. അതുപോലെ ഇതിൽ കറണ്ടിന് നമ്മൾ മാക്സിമം സോളാർ കൺസെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിന് പുറമെ ഇവിടെ പൂമ്പാറ്റകൾ ഒരു മൈഗ്രേറ്ററി പാത്താണ്. നമ്മൾ 2000-ഓളം ചെടികൾ പൂമ്പാറ്റ ഫ്രണ്ട്ലി ആയിട്ടുള്ള നെക്ടർ പ്ലാന്റ്സും ഹോസ്റ്റ് പ്ലാന്റ്സും ആയിട്ടുള്ള ഇത് കുഴിച്ചിട്ടു. ഈ ഫ്രൂട്ട് മരങ്ങളിൽ തന്നെ നമുക്കറിയാം, എക്സോട്ടിക് ആയിട്ടുള്ള മരങ്ങളൊക്കെ നമുക്ക് നഴ്സറികളിൽ കിട്ടാണ്ട്. പക്ഷേ നമ്മളിവിടെ ഈ ഭൂമിക്ക് പറ്റിയ രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മളെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന മൂട്ടിപ്പഴം, ഓടപ്പഴം, പൂച്ചപ്പഴം, തൊണ്ടിപ്പഴം, ഞാറപ്പഴം, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു ബോട്ടണിക്കൽ ഗാർഡനും കൂടി ആയിരിക്കും ഇത്.
പിന്നെ നമുക്ക് ഏറ്റവും പ്രത്യേകത ഉള്ള മറ്റൊന്ന് നമുക്ക് സ്മെല്ല് സോണാണ്. നല്ല കാറ്റും അതൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് ഓരോ ഭാഗത്തിനെയും 10 ഏക്കറിനെ 10 സ്മെല്ല് സോണായിട്ട് ഡിഫൈൻ ചെയ്ത്. ചെമ്പക മരങ്ങളുണ്ട്, ലാങ്ങിയുണ്ട്, അതുപോലെ മരമുല്ലുണ്ട്, പിന്നെ പ്രത്യേകതയുള്ള ഇലഞ്ഞിയുണ്ട്. പിന്നെ നമ്മൾ ഇതിലൊരു ഫോറസ്റ്റ് അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു. പണ്ട് ഒരു ചരിത്രപ്രധാന ഒരു റോഡ് ഇതിലൂടെ പോകുന്നുണ്ടായിരുന്നു. ആ റോഡിനെ നമ്മളൊരു കാടാക്കി മാറ്റി ഇതിൽ ഒരുപാട് മരങ്ങൾ വെച്ചിട്ടുണ്ട്. ഇത് കനോപ്പിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഫോഗും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് രാവിലെയും വൈകിട്ടൊക്കെ ഇവിടെ ഫോഗുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ബോയ്സ് ടൗൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കോട നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എപ്പോഴും ചിത്രത്തിൽ വരിക. അതിന് പക്ഷേ ഉച്ചയ്ക്ക് വരുന്നവർക്കും ഇവിടെ ഒരു ആഫ്റ്റർ ദ റെയിൻ എഫക്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. കോടയൊക്കെ വരുന്നൊരു പ്രത്യേക അവസ്ഥ. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ഫോട്ടോ എടുക്കാനും പ്രകൃതിയെ പഠിക്കാനും മിക്ക മരങ്ങൾക്കും QR കോഡ് കൊടുത്തിട്ട് അത് കുറച്ചും കൂടി ജനകീയമാക്കിയിട്ടുള്ള രീതിയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരിക, എക്സ്പ്ലോർ ചെയ്യുക.